ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തൂടെ കർണാടകയിലേക്കാണ്. എന്താ ഈ കർണാടകയിൽ വിശേഷം എന്ന് ചോദിക്കുമേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഒരു ഒന്നൊന്നര വിശേഷമാണ് പറയാനുള്ളത്. നിങ്ങളാരും, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ, ഇതുവരെ കാണാൻ സാധ്യതയില്ലാത്ത ഒരു പരിപാടിയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കർണാടക ബോർഡർ അടുത്തായിട്ടോ. RTO ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഇനി കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കർണാടകയിലേക്ക് കയറും. മാന്യ പ്രേക്ഷകരോട് ആദ്യം തന്നെ പറയാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. കാരണം ഇത് നമ്മുടെ നാട്ടിലെയോ അല്ലെങ്കിൽ പെട്ടെന്നോ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല കേട്ടോ. ഇത് ചില നിബന്ധനകളൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് ഈ പരിപാടി ഗവൺമെൻറ്റൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് മുഴുവൻ ഇനി അങ്ങോട്ട് ഇത് കാണാൻ പറ്റുമോ എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ, വഴിയിൽ നിന്ന് പെട്ടെന്ന് കട്ട് ചെയ്യാതെ മൊത്തം പ്രോഗ്രാം കാണുക. അപ്പോൾ ഇതൊക്കെയാണ് നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കലകൾ എന്നൊക്കെ എന്ത് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെയാണ്. പക്ഷേ ഇതിന് ചിലയിടത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നിയമവശങ്ങളൊക്കെ ഉണ്ട് ഇതിന്. അതുകൊണ്ട് ഈ പ്രോഗ്രാം മൊത്തം കാണാൻ ശ്രമിക്കുക. അഭിപ്രായം തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്താനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പ്രത്യേകിച്ച് ഡാമേജ് ഒന്നുമില്ല, എല്ലാം മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കർണാടകയിലേക്ക് കയറുമ്പോൾ എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ കുഴപ്പമില്ല, നല്ല ചൂടാണ്. ഇപ്പം 4:30-5 മണിയായി സമയം. നല്ല വെയിൽ, നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പ്രോഗ്രാം നമ്മൾ ഇന്ന് കവർ ചെയ്തിട്ട് പറ്റുവാണെങ്കിൽ ഇന്നൊക്കെ തന്നെ തിരിച്ചു വരും. അത് രാത്രി മൊത്തം പ്രോഗ്രാം ആണെങ്കിൽ മാക്സിമം കവർ ചെയ്തിട്ട് നാളെ രാവിലെ ആയിരിക്കും അവിടെ തിരിക്കുക. എല്ലാ വിശേഷങ്ങളും വീഡിയോയിൽ പറയാം കേട്ടോ. ടൗൺ പ്രദേശമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വില്ലേജാണ്. കർണാടകക്കകത്ത് നമ്മൾ കയറിയിരിക്കുകയാണ്. അവിടെ ഒരു ഗേറ്റൊക്കെ ഉണ്ടായിരുന്നു, ഒരു ബാരിയർ, എന്താ പറയുക അതിന്, ചെക്ക് പോസ്റ്റ് പോലെ. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് കർണാടക സ്റ്റേറ്റിലോട്ടാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു അംബാസഡർ കാർ ടാക്സി ചെയ്തോ മുന്നിൽ എന്തൊക്കെയോ വാരി കെട്ടി പോകുന്നു കേട്ടോ. പുകയാണ് പോകുന്നത്, പുക വണ്ടി. അയ്യോ, പണ്ടൊക്കെ നമ്മളെ റോഡിൽ നിറഞ്ഞിരുന്നതല്ലേ രാജകീയമായിട്ട്. ഇപ്പൊ പോയി. കർണാടക രജിസ്ട്രേഷൻ്റെ ഒരു ടാക്സിയാണ്. ഡിക്കിയിലൊക്കെ വലിയ ബോക്സൊക്കെ വെച്ചിട്ടുണ്ടോ പോകുന്നുണ്ട്. വല്ലാതെ പുകയൊക്കെ തുപ്പിക്കൊണ്ട് ആശാൻ പോകുന്നത്. വയ്യ. ഇതിനകത്ത് യാത്ര ചെയ്തവർക്കറിയാം ഏതൊരു സുഖം, ഇത്രയും സുഖമുള്ളൊരു വണ്ടി വേറെ ഇറങ്ങിയിട്ടുള്ളതാണ്. പണ്ട് നാട്ടിൽ ഗൾഫിൽ നിന്നൊക്കെ നാട്ടിലേക്ക് വരുമ്പോഴേ എയർപോർട്ടിൽ വന്നിട്ട് അവിടെ നിന്നൊരു അംബാസഡർ ടാക്സിയൊക്കെ പിടിച്ച് പിറകിൽ ഇങ്ങനെ ബോക്സൊക്കെ വെച്ച്, ഒരു ബോക്സ്, ഒരു പെട്ടി അതിൻ്റെ ടോപ്പിലൊക്കെ വെച്ചിട്ട് ഒരു വരവുണ്ട്. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. കണ്ടോ, അയ്യോ, കയറ്റം കയറാൻ വയ്യ, വയസ്സായി പാവം. ഇതാ വേറൊരുത്തൻ ഇങ്ങോട്ട് വരുന്നു. ഇയാളെ ഇത് കൊള്ളാലോ. ഇതേത് രാജ്യം? ഇവിടെ ഇപ്പോഴും അംബാസഡർ ആണല്ലോ റോഡിൽ. കൊള്ളാം. അയ്യോ പാവം. ഇതൊക്കെ ഇപ്പോൾ ഓട്ടിച്ചാൽ മുതലാവുമെന്തോ. ചിലപ്പോൾ CNG ഒക്കെ ആയിരിക്കും. CNG ആണെങ്കിൽ പിറകെ ഡിക്കിയിൽ അതിൻ്റെ സിലിണ്ടർ വെക്കേണ്ടതല്ലേ. സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഒരു സംഭവം കാണിക്കാമെന്ന്. അപ്പോൾ ഇത് കർണാടക പുത്തൂരാണ് കേട്ടോ. ഇവിടെ മഹാബലേശ്വര ടെമ്പിളിൻ്റെ ഗ്രൗണ്ടിലാണ്. ഇവിടെ നടക്കുന്നു പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ പണ്ട് കണ്ടിട്ടുണ്ടാവും, അല്ലെ കേട്ടിട്ടുണ്ടാവും. പുതിയ ജനറേഷൻ കേൾക്കാനേ സാധ്യതയുള്ളൂ. കാളപൂട്ട് മത്സരം നടക്കുമായിരുന്നു.
ഇവിടെ പോത്തുപൂട്ട് മത്സരമാണ് നടക്കാറ് കേട്ടോ. അപ്പോൾ നൂറുകണക്കിന് പോത്തുകൾ അത് അവരോരോരോ ബാച്ചായിട്ട് ഇങ്ങനെ ഓടിക്കും. അപ്പോൾ ഏറ്റവും ടോപ്പിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവർക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് പ്രൈസ് കേട്ടോ. ഈ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. മഹാമേള എന്ന് പറഞ്ഞ മഹാസംഭവമാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ കാണുക. നമ്മുടെ നാട്ടിൽ കാണാൻ സാധ്യത ഇല്ലാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ കാണുന്നത്. പണ്ട് കർഷകരൊക്കെ അവരുടെ കൊയ്ത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊയ്ത്തിൽ വയലിൽ വെച്ചിട്ട് പോത്തുപൂട്ട് മത്സരം ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് നടത്തിയിരുന്നതാണ്. അതിപ്പോൾ മത്സരം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു ദിശയിലേക്ക് മാറിയിരിക്കുക കേട്ടോ. നൂറുകണക്കിന് പോത്ത ടീമാണ്. ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് എന്താണ് ഇതിൻ്റെ ഹിസ്റ്ററി ഒന്ന് നോക്കാം. തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യൻ സംസ്ഥാനമായ കർണാടകയിൽ നടക്കുന്ന ഒരു വാർഷിക പോത്ത് ഓട്ട അല്ലെങ്കിൽ എരുമ ഓട്ട മത്സരമാണ് കമ്പള അല്ലെങ്കിൽ കമ്പുല. കേരളത്തിലെ മരമടിയോട് സാമ്യമുള്ള ഒരു പരമ്പരാഗത വിനോദ പരിപാടിയാണ് കമ്പള. കർണാടകയിലെ ദക്ഷിണ കന്നഡ, ഉടുപ്പി, ഭട്കൽ എന്നീ തീരപ്രദേശങ്ങളിലും കാസർഗോഡ് കർണാടക ബോർഡർ വരുന്ന തുളുനാട് എന്നറിയപ്പെടുന്ന പ്രദേശത്തും ഭൂമി ഉടമകളൊക്കെ സ്പോൺസർ ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു പണ്ടൊക്കെ ഈ പോത്തോട്ട മത്സരം. കമ്പള സീസൺ സാധാരണയായി നവംബറിൽ ആരംഭിച്ച് മാർച്ച് വരെ നീണ്ടു നിൽക്കും. കമ്പള സമിതികൾ, കമ്പള അസോസിയേഷനുകൾ വഴിയാണ് കമ്പളകൾ സംഘടിപ്പിക്കുന്നത്. അതിൽ ഇപ്പോൾ നിലവിൽ 18 കമ്പള അസോസിയേഷനാണുള്ളത് കർണാടകയിൽ. ഈ കമ്പള എന്ന വാക്ക് എങ്ങനെ വന്നു എന്ന് നോക്കാം. കമ്പകല എന്ന വാക്കിൽ നിന്നാണ് കമ്പള എന്ന വാക്ക് ഉരുത്തിരിഞ്ഞത്. അവിടെ കമ്പ എന്ന വാക്കിൻ്റെ അർത്ഥം ചെളി നിറഞ്ഞതുമായ വയലാണ്. കമ്പ എന്ന വാക്കിൻ്റെ ദ്രാവിഡ ഉത്ഭവം കൻപ എന്നും കല എന്നതിൻ്റെ അർത്ഥം വയൽ എന്നുമാണ്. അവിടെയാണ് അത് നടത്തുന്നത് എന്നാണ്. ആധുനിക കമ്പളയുടെ മറ്റൊരു വ്യാഖ്യാനം കമ്പ എന്നതിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. കമ്പള ഒരു കായിക വിനോദമാണ്. കമ്പള റേസ് ട്രാക്ക്, കമ്പള ട്രാക്ക്, കമ്പള ഗഡ്ഡെ എന്നൊക്കെയാണ് ഈ ട്രാക്കിന് പറയുന്നത്. ഒരു ചെളി നിറഞ്ഞ നെൽപ്പാടത്തിൻ്റെ ഒരു പ്രതീതി ഉണ്ടാക്കുകയാണ് ഇപ്പോഴിവിടെ ചെയ്തിരിക്കുന്നത്. ഇതിൽ മത്സരത്തിന് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന ഓരോ പോത്ത് ജോഡികളെ അല്ലെങ്കിൽ എരുമ ജോഡികളെ ഒരു ജോഡിയായിട്ട് ഓടിച്ചു വിടുകയാണ് ചെയ്യാറ്. അതിന് ഓടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓട്ടക്കാരനും കൂടെ ഉണ്ടാവും. അവരാണ് അതിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്ര സെക്കൻഡ് കൊണ്ടാണ് അത് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നത്, അതിൻ്റെ സ്പീഡാണ് ഇവിടെ മെയിൻ. അപ്പോൾ നൂറുകണക്കിന് എരുമകളെ ഇതുപോലെ ഓട്ടിച്ചതിന് ശേഷം, ജോഡിയായി ഓട്ടിച്ചതിന് ശേഷം അതിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ആരാണോ എത്തുന്നത് അവർക്കാണ് പ്രൈസ് മണി. അതാണ് ഇതിൻ്റെ സ്പീഡാണ് ഇതിൻ്റെ മെയിൻ. അവർക്കാണ് ട്രോഫിയൊക്കെ കൊടുക്കുക. നമ്മുടെ 100 മീറ്റർ റേസിൻ്റെ മറ്റൊരു വകഭേദം എന്ന് പറയാം. ഇതിൽ ചില ആചാരങ്ങളൊക്കെ ഉണ്ട്. ചരിത്രപരമായിട്ട് വിജയിക്കുന്ന ജോഡി എരുമകൾക്ക് തേങ്ങയും വാഴപ്പഴവും സമ്മാനമായി നൽകിയിരുന്നു. ഇന്ന് വിജയിക്കുന്ന ഉടമകൾക്ക് സ്വർണം, വെള്ളി, നാണയങ്ങൾ ലഭിക്കുന്നു. ചില സംഘാടക സമിതികൾ വിജയിക്ക് സ്വർണം നൽകുന്നു. ചിലവർ ക്യാഷ് പ്രൈസുകളും നൽകാറുണ്ട്. ഇപ്പോൾ ട്രോഫിയും നൽകി വരുന്നു.
ഇതിൽ പങ്കെടുക്കുന്ന പോത്തുകളെ അല്ലെങ്കിൽ എരുമകളെ വളരെ ഭംഗിയായാണ് അലങ്കരിക്കുന്നത്. വർണ്ണാഭമായ ജൂളുകൾ, പിച്ചള, വെള്ളി എന്നിവ കൊണ്ട് നിർമ്മിച്ച തലപ്പാവുകൾ ആണ് ഇതിൻ്റെ പ്രത്യേകത. മനോഹരമായി എരുമകളെ അലങ്കരിച്ചിട്ടാണ് ഈ പരിപാടിക്ക് ഇറക്കുന്നത്. ഇവിടെ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനായി വിപുലമായ ആസൂത്രണവും ഷെഡ്യൂളിങ്ങും ഉള്ളതിനാൽ കമ്പള ഒരു സംഘടിത ഗ്രാമീണ കായിക വിനോദമായി മാറിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാരാണ് അപാലബുദ്ധം ജനങ്ങൾ, ഗ്രാമീണർ മൊത്തമായി ഇവിടുന്ന് സമീപ പ്രദേശത്തു നിന്നും ദൂരത്തുനിന്നും വിദേശങ്ങളിൽ നിന്നും തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഈ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ടും ഇതിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ നിയമവശം നമുക്കൊന്ന് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ചില നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്നെന്ന്. ചാട്ടവാറടി ഉപയോഗിച്ച് ഓടിക്കുന്ന പോത്തുകളോടുള്ള ക്രൂരതയാണ് കമ്പളയെ പലരും വിമർശിച്ചത്. മത്സരത്തിനിടെ എരുമകളോടുള്ള മോശം പെരുമാറ്റത്തെക്കുറിച്ച് പ്രശസ്ത മൃഗാവകാശ പ്രവർത്തക മേനക ഗാന്ധി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. പരമാവധി വേഗത കൈവരിക്കാൻ ചാട്ടവാറടി ആവശ്യമാണെന്ന കമ്പള സംഘാടകർ വാദിക്കുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ റൈഡർമാർ എരുമകളോട് സൗമ്യമായി പെരുമാറണമെന്നും ഓട്ടത്തിനിടയിൽ ചാട്ടവാറടി ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നും ഉപദേശിക്കുന്നു. 2014 മൃഗക്ഷേമ സംഘടനകൾ ഫയൽ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സുപ്രീം കോടതി കമ്പള നിരോധിക്കാൻ ഉത്തരവിട്ടു. കാളയെ മെരുക്കുന്ന കായിക ഇനമായ ജല്ലിക്കെട്ടും നിരോധനത്തിൽ ഉൾപ്പെടുന്നു. 2017 ജനുവരിയിൽ ജല്ലിക്കെട്ടിന് നിരോധനം നീക്കിയ ഒരു സർക്കാർ ഉത്തരവ് കമ്പളയ്ക്ക് നിരോധനവും പിൻവലിക്കണമെന്ന് പൊതുജനങ്ങൾ ആവശ്യപ്പെട്ടു. മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ കർണാടക ഭേദഗതി ഓർഡിനൻസ് 2017 കർണാടകയിൽ കമ്പള ഉത്സവം വീണ്ടും നിയമവിധേയമാക്കി. അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി 2017 ജൂലൈ 3 പുതിയ നിയമം പ്രഖ്യാപിച്ചു. വ്യവഹാരം തുടരുന്നു. പക്ഷേ 2018 മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ കർണാടക ഭേദഗതി ബിൽ പാസാക്കിയതോടെ അത് പരിഹരിക്കപ്പെട്ടു. അന്നത്തെ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് 2018 ഫെബ്രുവരി 19 ഇത് അംഗീകരിച്ചു. എന്നിരുന്നാലും വീണ്ടും നിയമവിധേയമാക്കിയതിന് ശേഷവും ഓട്ടത്തിനിടയിൽ എരുമകളെ ചാട്ടവാറടിയോടെ അടിക്കുന്നതായി വീണ്ടും കണ്ടെത്തുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ വീഡിയോയിലും അത് കാണാൻ സാധ്യമാണ്. ഇതൊക്കെയാണ് കമ്പളയെ പറ്റിയുള്ള നിയമവശങ്ങളും ചരിത്രവും മറ്റ് സംഭവങ്ങളൊക്കെ. ബാക്കി പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകാം.
ಕೊಳಚೂರು ಚಾನ್ಸ್ ಕೊಳಚೂರು ಕೊಂಡಟ್ಟು ನಮ್ಮ ಅಪ್ಪಗಪ್ಪ ಮಲ್ಕೋಡೆ ಬಲ್ಲೆ ಹತ್ತೆರಡು 30 ಹಣ ಹಲೋ ಹೂ ಎಲ್ಲೋ ಬಿದ್ರಾಣಿ ಗೊತ್ತಿಲ್ಲ ಬಿದ್ರಾಣಿ ಗೊತ್ತಿಲ್ಲ ಕಡತರಿ ಎಲ್ಲ ಬೆರಿಕೆ ಹಾಕೊಂಡು ನಿಂಗೆಲ್ಲ ಬಂದಿಗೆ ಹಾಕೊಂಡು ಒಂದು ಏಕ ಸತ್ಯ ಅಂತ ಬಂದ್ಬಿಟ್ಟು ನಿಂಗೆಲ್ಲ ಆಲೋಚನೆ ಮಾಡ್ಕೊಡು ಜತಿಯರು ಕೋಟಿಗಳ ಇವರು ದೊಡ್ಡ ಗುಂತು ಶ್ರೀಕಾಂತ ಭಟ್ರನ ಚಾನ್ಸ್ ಜನ 12:62 ಅಮರಕೋಟೆಗೂ ಬಿಳಿಪಾಡಿ ഹായ്. അപ്പോൾ പോത്തുപൂട്ട് മത്സരം കണ്ടല്ലോ, അതിവിടെ കമ്പള ഫെസ്റ്റ് എന്നാണ് പറയുക, കമ്പള എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു, ഭംഗിയായിട്ട് നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റി. ബാക്കി തൊട്ടടുത്ത് പോയി നിൽക്കാൻ പറ്റില്ല, അവർ ബാരിക്കേഡൊക്കെ കെട്ടി സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പോത്തിന് എപ്പോഴാണ് വട്ടളതെന്ന് പറയാൻ പറ്റില്ലല്ലോ.
അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് ദൂരത്തിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. എന്നാലും നമുക്കത് കവർ ചെയ്യാൻ പറ്റി. നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം. അപ്പോൾ ഇവിടെ നാട്ടിലേക്ക് തിരിക്കുവാണ്. ഓക്കെ, ബൈ. ഇതൊക്കെ മത്സരം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതാണ് കേട്ടോ. ഇനി മത്സരത്തിന് വരുന്നവരും ഉണ്ട്, നമ്മൾ വഴിയിൽ കണ്ടല്ലോ. അപ്പോൾ ഇനി നമ്മൾ നാട്ടിലേക്ക് തിരിക്കുവാണ്. ഇനി ഇവിടുന്ന് 120 കിലോമീറ്റർ യാത്ര ചെയ്യണം. അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ടതിലും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തതിലും നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിലേക്ക് വരാം. നമസ്കാരം. അപ്പോൾ തിരിച്ചു പോകണേ. ബൈ.